സാർ, ശശി തരൂരും സംഘവും ഇന്ന് തിരിച്ചെത്തുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായാണ് ഈ മോദി ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയത്. കുറിക്കുകൊള്ളുന്ന മറുപടികൾ ഓരോ രാജ്യത്തും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഭീകരവാദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയലത്തെ വീട്ടിലെ ഉള്ളവരെ മാത്രം കടിക്കുമെന്ന് ധരിക്കരുത്. വളരെ കൃത്യമായൊരു മറുപടിയാണ് അതൊക്കെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് അദ്ദേഹത്തെ ഏത് തരത്തിൽ കാണുമെന്ന് നമുക്കറിയാം. കാരണം അസൂയാലുക്കളായ കോൺഗ്രസ്സുകാർ ഇയാളുടെ പേര് പോലും കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ശശി തരൂർ അനഭിമതനാണ്. ശശി തരൂരിനും കോൺഗ്രസ്സിലും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. 10-11 വർഷമായ MP ആയിട്ടിരിക്കാം എന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. അതേസമയം മോദി അദ്ദേഹത്തിന് ചിലപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഉപരാഷ്ട്രപതി പദമാകാം. അതായത് ധൻഖറിൻ്റെ കാലാവധി ഇപ്പോൾ 2027 അവസാനിക്കും. അതിൽ കുറഞ്ഞതൊന്നും ശശി തരൂരിന് ചേരുകയുമില്ല. അതുമാത്രമല്ല, തിരുവനന്തപുരത്തൊരു ഇലക്ഷൻ വന്നാലും രാജീവ് ചന്ദ്രശേഖറിലൂടെ ആ സീറ്റും BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയും. സ്വാഭാവികമായും BJPക്ക് ഇരട്ടി നേട്ടമാണ്. ഏത് തരത്തിൽ അതിനെ കാണാം? ഇതിനകത്ത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യക്ഷമത കൂടി വിലയിരുത്തുന്നൊരു സംഭവമുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശശി തരൂർ എന്ന് പറയുന്നത് വളരെ റേഞ്ചുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് ഇന്ന് ഇന്ത്യക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, BJP അത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെടുകയും അത് നിർവഹിക്കപ്പെടുകയും ചെയ്തത്. കാരണം നിരവധി വർഷങ്ങളായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ പ്രവർത്തിച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള തൻ്റെ തന്നെ സ്വന്തം ഐഡിയോളജിക്ക് അനുസരിച്ച് അവയൊക്കെ പാകപ്പെടുത്തി വെച്ച ഒരു വലിയ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ. ആ വിഷയത്തിൽ വ്യക്തിപരമായോ മറ്റുള്ള കാര്യങ്ങളോ അല്ല ഞാൻ പറയും. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റിയാണ് എന്ന് കാണാനും അത് തിരിച്ചറിയാനും ആർക്ക് കഴിഞ്ഞു? BJP കഴിഞ്ഞു. കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ദൗത്യസംഘങ്ങളെ പറഞ്ഞയക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ആ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഏതൊരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ആര് പോകണം എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പേര് ശശി തരൂരിൻ്റെതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള ഒരാളാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഗാന്ധി കുടുംബത്തിൽ മാത്രം. ഗാന്ധി കുടുംബമായിരിക്കണം അതിൻ്റെ അധികാരം. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോരായ്മകളെല്ലാം കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം, ഇന്ന് ദൗത്യസംഘം വിദേശ രാജ്യങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ച് ഇന്ന് എത്തിച്ചേരും. നാളെ എങ്ങനെ ശശി തരൂരിനെ ഇന്ത്യ കാണും, കോൺഗ്രസ് കാണും, BJP കാണും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, കോൺഗ്രസ് അദ്ദേഹത്തെ അനഭിമതനാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. നീ വേണ്ട ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിന്നെ അവഗണിച്ച് പാർട്ടിക്കകത്ത് നിർത്തും എന്നുള്ളൊരു ഫീലാണ് ശശി തരൂരിന് നൽകിയിരിക്കുന്നത്. അത് ഒരു സുഖകരമായിട്ടുള്ള ഏർപ്പാടായിട്ട് നമുക്കൊരിക്കലും കാണാനായിട്ട് കഴിയില്ല. കാരണം ശശി തരൂർ ഈ കാര്യത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആശയം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യസംഘത്തിലുള്ള സാന്നിധ്യത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞ സമയത്ത് കോൺഗ്രസിനോടുള്ള മറുപടിയായിട്ടല്ല പറഞ്ഞത്, പൊതുവായ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയമല്ല വലുത്, രാഷ്ട്രമാണ്. യുദ്ധാനന്തരം അങ്ങനെയുള്ള സങ്കല്പങ്ങൾക്ക് വളരെയും പ്രാധാന്യമുണ്ട്. വേറൊരു സമയത്ത് പറഞ്ഞാൽ ഈ അർത്ഥമായിരിക്കില്ല അതിന് വരുന്നത്, വേറെ അർത്ഥങ്ങളുണ്ടാകും. അപ്പോൾ രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്നുവെച്ചാൽ ഈ ദൗത്യസംഘത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ചാലകത്വമല്ല, പകരം രാഷ്ട്രത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ചുമതലയും ഉത്തരവാദിത്വമാണ്. അത് ഞാൻ നിർവഹിക്കുന്നതെന്ന് മാത്രം. അത് കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിച്ചു. പല സ്ഥലത്തും പോയപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ആശയങ്ങളെ അവരുടെ മുന്നിൽ വെക്കാനും അവർക്ക് അതേവരുണ്ടായിരുന്നതായിട്ടുള്ള ആശയങ്ങളെ തിരുത്താനുമൊക്കെ ശശി തരൂരിന് കഴിഞ്ഞു. എന്നുവെച്ചാൽ വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് ആ വിദേശ രാജ്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ സൗഹൃദ രാഷ്ട്രങ്ങളാക്കി മാറ്റാനും അതോടൊപ്പം നമ്മൾ ഈ ഇന്ത്യ പാക് യുദ്ധകാലത്ത് നമ്മളെടുത്ത നിലപാടുകളെല്ലാം ഏറ്റവും നീതിപൂർവമാണെന്ന് സ്ഥാപിച്ചെടുക്കാനും വളരെ കൃത്യമായിട്ട് ശശി തരൂരിന് കഴിഞ്ഞു. അതാണ് ബിനു തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യം, അല്ലെങ്കിൽ പരാമർശിച്ച ഒരു കാര്യം എന്താണ്? അതായത് വിഷപ്പാമ്പുകളെ വളർത്തുന്ന സമയത്ത് വിഷപ്പാമ്പുകൾ
അയൽക്കാരെ മാത്രം കടിക്കും എന്ന് കരുതി വളർത്താൻ പാടില്ല. അത് ചിലപ്പോൾ വീട്ടിലുള്ളവരെയും കയറി കടിക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് പാകിസ്ഥാനി ഭീകരപ്രവർത്തകരെയൊക്കെ വളർത്തി വലുതാക്കി അവർ ഇന്ത്യക്ക് എതിരെ അയക്കാൻ മാത്രമുള്ള സാധനങ്ങളാണെന്ന് കരുതിയിരുന്നത്. പക്ഷെ അവർക്കിട്ട് പണിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ലോകത്തെല്ലായിടത്തും എപ്പോഴും ഉണ്ടായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ മലയാളത്തിലെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഭസ്മാസുരന് വരം കൊടുക്കാൻ. അതാണിത്. അപ്പോൾ ഇത് എത്രയോ കാലമായിട്ട് നമ്മുടെ സമൂഹം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ആശയമാണ്. ആ ആശയത്തെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കുകയാണ് ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കോൺഗ്രസ് എങ്ങനെ കാണും? കോൺഗ്രസ് ഇയാളെ വീണ്ടും അവഗണിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ് എന്നെ അവഗണിച്ച് പുറത്താക്കിയാലും ഞാൻ BJPയിലേക്ക് പോകില്ല എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അവഗണിച്ച് അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞാൽ അന്നേരത്തെ അദ്ദേഹത്തിന് മാറി ചിന്തിക്കേണ്ടി വരും. അതെ, കാരണം കോൺഗ്രസ് അവഗണിച്ച് പുറത്താക്കി ഇയാൾ പോയി എന്താണ് ഹിമാലയത്തിൽ എവിടെയെങ്കിലും പോയി താമസിക്കണം? പോകില്ല. അയാളൊരു രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം തേടേണ്ടി വരും. കോൺഗ്രസ് പുറത്ത് നിർത്തി കഴിഞ്ഞാൽ അയാൾ വേറെ ആൾട്ടർനേറ്റീവ് അന്വേഷിക്കും. അത് പക്ഷേ പണ്ടൊരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചെയ്യില്ലെങ്കിൽ എനിക്ക് മറ്റ് മാർഗ്ഗങ്ങൾ ആലോചിക്കേണ്ടി വരും എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹം ചെയ്യും. അത് അദ്ദേഹം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ശശി തരൂർ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശശി തരൂരിനെ BJP ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ സ്വത്താണ് ശരിക്കും പറഞ്ഞ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് കോൺഗ്രസ് പാർട്ടി വലുതാകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളോട് മല്ലടിച്ച് കോൺഗ്രസിൻ്റെ പല്ല് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്നൊരു പാഠമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. ആ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾക്ക് ലഭ്യമാകുന്ന കഴിവുകളെ, വ്യക്തികളെ, അവരുടെ പ്രാഗൽഭ്യം കണക്കിലെടുത്ത് തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി. BJP ഇതുവരെയും എല്ലാ സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ കൂടെ നിർത്തി അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി അവരെ മുന്നോട്ട് നയിക്കാനായിട്ട് പ്രാപ്തരാക്കി കൊണ്ടുപോവുകയും അവരുടെ സഞ്ചാരം എന്ന് പറയുന്നത് BJPയുടെ സഞ്ചാരമായിട്ടോ മുന്നേറ്റമായിട്ടോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ശാസ്ത്രീയമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന കഴിവുറ്റ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ്. കോൺഗ്രസ് അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അവരുടെ അകത്തുള്ള അധികാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അതിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഓരോന്നോരോന്നായിട്ട് ഉപേക്ഷിക്കുകയാണ്. എത്രയോ ആളുകളാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോയതല്ല ശരിക്കും പറഞ്ഞു. ഇവർ ആ പല തരത്തിലും വെടക്കാക്കി പുറത്താക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇപ്പോൾ തരൂർ എന്താവും? ഒന്ന്, തരൂരിൻ്റെ വ്യക്തിത്വത്തിൽ സവിശേഷതകൾ, ആ സവിശേഷതകളെ രാഷ്ട്രീയത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് മികച്ച റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതെ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് പോലും ശശി തരൂരിനോട് അസൂയയാണ്. കാരണം അതിനേക്കാൾ പ്രഗത്ഭനായ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ചുരുക്കി. അതുകൂടി അല്ല, അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ലീഡർ അയാൾ വളരെ ഉയർന്നൊരു സ്റ്റാച്ചറിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് അയാൾക്ക് അസൂയില്ലാതിരിക്കുള്ളൂ. ഇപ്പം നമ്മൾക്ക് അതായത് രാഹുൽ ഗാന്ധിയേക്കാൾ കുറച്ചും കൂടി മെച്ചമുള്ള ഒരാളാണ് ശശി തരൂർ എന്ന് തോന്നിയാൽ രണ്ട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാം. ഒന്ന്, കോൺഗ്രസിൻ്റെ നേതൃത്വം ശശി തരൂരിന് കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധിക്ക് മാറാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇതിനേക്കാളൊക്കെ ഔന്നിത്യമുള്ള വ്യക്തിയാണ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ഉയർന്ന നിലക്ക് നിന്നുകൊണ്ട് ശശി തരൂരിനെ ഓരോരോ പൊസിഷനിൽ കൊടുത്ത് അവിടെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാം. അതൊരു നല്ല മാനേജറുടെ ജോലിയാണ്. അങ്ങനെ ഒരു നല്ല മാനേജറാവാനായിട്ട് രാഹുൽ ഗാന്ധി തയ്യാറായാൽ ഇപ്പോഴും ശശി തരൂരിനെ കോൺഗ്രസിന് ഉപയോഗിക്കാം. അതിന് പകരം എന്നേക്കാൾ കേമനാണല്ലോ ഇവൻ എൻ്റെ സ്ഥാനം അടിച്ചെടുക്കുമല്ലോ എന്ന് കരുതുന്ന ഒരു അസൂയ സ്വഭാവത്തിലേക്ക് ആണ് രാഹുൽ ഗാന്ധി പോകുന്നെങ്കിൽ അത് പൊളിയുന്ന ഒരു പരിപാടിയായി മാറും. അത് തകർച്ചയിലേക്ക് മാത്രമേ അവരെ നയിക്കാനായിട്ട് കഴിയുള്ളൂ. രാഷ്ട്രീയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പുതിയ പിള്ളേരെ കൊണ്ടുവന്ന് യുവാക്കളെ കൊണ്ടുവന്ന് അവരെ പ്രഗത്ഭരാക്കി മാറ്റി പ്രസ്ഥാനത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിംഗ് ലീഡറായിട്ട് ഈ നേതാവ് നിൽക്കണം, രാഹുൽ ഗാന്ധി നിൽക്കണം. എങ്കിലേ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അത് ശരിക്കും സംഭവിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം കഴിവുള്ള ആളുകളുമായിട്ട് സംഘർഷം ഉണ്ടാക്കി അവരെ പുറത്താക്കി പ്രസ്ഥാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്
രാഹുൽ പല ഘട്ടങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല ഘട്ടങ്ങൾ വളരെ നല്ല തീരുമാനങ്ങളൊക്കെ അയാൾ എടുത്ത് വളരെ നല്ല രീതിയിൽ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തനിക്ക് കഴിയും എന്ന ചില സ്പാർക്ക് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥിരതയില്ല അതിന് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അമേച്വറിഷാണ്. അമേച്വറാണ് അദ്ദേഹം. അമേച്വർ പൊളിറ്റീഷ്യൻസിനെ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അധികാരം നിലനിർത്താനായിട്ട് കഴിയില്ല, അധികാരത്തിലേക്ക് എത്താൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അമേച്വർ പൊളിറ്റീഷ്യൻസ് കുറച്ചാൾ വളരെ ആവേശമൊക്കെ കാണിച്ച് പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, വേറെ എങ്ങടെയും പോകും. കുറേ ദിവസം നമ്മൾ പിന്നെ ഇയാളെക്കുറിച്ച് കേൾക്കില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇത് ഈ അധികാരം പിടിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇതിൽ നിൽക്കുകയും രാപ്പകലില്ലാതെ അതിനൊപ്പം നിൽക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും ഞാനറിഞ്ഞാണ്, എൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്, എൻ്റെ നേതൃത്വപരമായിട്ടുള്ള പ്രക്രിയയുടെ ഫലമായിട്ടാണ് നിർവഹിക്കപ്പെടുന്നതെന്ന് അദ്ദേഹത്തിനും തോന്നണം, മറ്റുള്ളവർക്കും തോന്നണം, തോന്നിപ്പിക്കണം. അത് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് എന്നെനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ശശി തരൂർ ഒരുപക്ഷെ ഇവരെല്ലാവരും കൂടി പുകച്ച് പുറത്തു നിർത്തി അവിടെ നിന്ന് പുതിയ വഴി അന്വേഷിച്ച് നീങ്ങുന്ന ഒരാളായി ചിലപ്പോൾ മാറിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.